തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ 2 ആഴ്ചയോളമായി ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടുകൊമ്പൻ. ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാന വീട്ടുവളപ്പിലെ കൃഷി നശിപ്പിക്കുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും ചാലക്കുടി അതിരപ്പള്ളി പാതയിലേക്ക് ഇറങ്ങുന്ന കാട്ടാന റോഡിലൂടെ നടക്കുന്നതും പതിവാണ്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ 2 ആഴ്ചയോളമായി ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടുകൊമ്പൻ. ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാന വീട്ടുവളപ്പിലെ കൃഷി നശിപ്പിക്കുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും അതിരപ്പള്ളി പാതയിലേക്ക് ഇറങ്ങുന്ന കാട്ടാന റോഡിലൂടെ നടക്കുന്നതും പതിവാണ്. പഞ്ചായത്തിലെ 4-ാം വാർഡിൽ അരൂർമൊഴി വഞ്ചിക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ നിരന്തരമായിട്ട് ഒരു 15 ദിവസത്തോളമായിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മുടെ എന്താ പറയുക വഞ്ചിക്കടവ് സെൻട്രൽ പോക്കറ്റ് റോഡുണ്ട്, എക്സൈസ്മെന്റ്, അവിടെ നിന്ന് ആന ഇറങ്ങുമ്പോൾ ഒരു ഒറ്റയാനാണ് അവൻ, ഒരു ആക്രമണകാരിയായ ഒറ്റ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്നുള്ള ആളുകൾ നമ്മളെ വിളിച്ചു പറയുകയും ഇവിടെ ഈ എന്താ പറയുക അതിരപ്പള്ളി ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹൈവേ റോഡാണിത്. ഈ റോഡിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടിക്കാരെ തടുക്കാനും ആന അപ്പുറത്തേക്ക് പോകുന്നത് വരെ മറ്റുള്ള വണ്ടികളെ തടഞ്ഞു നിർത്തി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നത്. ഇവനൊരു ആക്രമണകാരിയായ ആനയാണ്. ഒന്നില്ലെങ്കിൽ ഈ ആനയെ മയക്കുവെടി വെച്ച് ഈ സ്ഥലത്ത് നിന്ന് അതിരപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ കൊണ്ടുപോകണം, അല്ല എന്നുണ്ടെങ്കിൽ ഇവനെ സുരക്ഷിതമായിട്ട് ഉൾക്കാടുകളിലേക്ക് വിടാനായിട്ട് ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് വലിയ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകണം. അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈ കാട്ടുകൊമ്പൻ ഈ കൃഷിയടക്കം നശിപ്പിക്കുന്ന ഒരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ കാട്ടുകൊമ്പൻ ഇറങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, 1-2 ദിവസം തന്നെ ഒരു കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതിന്റെ പ്രത്യാഘാതം എത്ര വലുതായിരിക്കുമെന്ന്. അപ്പോൾ 2 ആഴ്ചയായി തുടർച്ചയായി 2 നേരവും ഈ കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിൽ കൃഷി നശിപ്പിക്കുന്നു, ആളുകളെ ഓടിക്കുന്നു, ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എത്രത്തോളം അത് വലിയ വിഷമഘട്ടത്തിലാക്കും പ്രദേശവാസികളെ എന്ന് നമുക്ക് പറയേണ്ടതില്ല. എന്തായാലും വെറ്റിലപ്പാറ അരൂർമൊഴി ഭാഗത്താണ് ഈ കാട്ടുകൊമ്പൻ 2 ആഴ്ചയായി വൈകിട്ടും രാവിലെയും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും ഈ സംസ്ഥാന പാതയിലേക്ക് കടക്കുന്നതും ഒക്കെ. ചാലക്കുടി പുഴ കടന്നാണ് ഈ കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ഈ പലപ്പോഴും ഈ ആന ഇറങ്ങുമ്പോൾ പ്രദേശവാസികൾ രാത്രി കാലങ്ങളിൽ ടോർച്ചടിച്ചും ശബ്ദമുണ്ടാക്കിയും ഒക്കെ ആനയെ തുരത്താൻ നോക്കുമ്പോൾ ആന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. അത്തരത്തിൽ ആക്രമണകാരിയായ ഒരു ആന കൂടിയാണിതെന്നാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. ആനയ്ക്ക് മതപ്പാടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി സംശയം. നമുക്കറിയാം, ഇപ്പോൾ കൊന്ത സീസണാണ്. ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ ആചാരമായ കൊന്ത നടക്കുന്നുണ്ട് വൈകിട്ട്. അതുപോലെ രാവിലെ മല സീസണാണ്. അയ്യപ്പന്മാർ കുളിക്കാനും അമ്പലത്തിൽ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയി പോകുന്നുണ്ട്. ജോലിക്ക് പോകുന്നവരുണ്ട്, ജോലി കഴിഞ്ഞ് വരുന്നവരുണ്ട്. ഇവർക്കൊക്കെ കടുത്ത ഭീതിയാണ്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി ട്യൂഷൻ സെന്ററുകൾ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ട്യൂഷന് പോയി വരുന്ന കുട്ടികളെ ഉൾപ്പെടെ ആന ആക്രമിക്കുക എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട്. രാവിലെയും വൈകിട്ടും ജോലിക്കും മറ്റുമായി പോകുന്നവരും വരുന്നവരും ഒക്കെ ആയിട്ടുള്ളവരെ ആക്രമിക്കുമെന്ന ഭയമുണ്ട്. കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ ഈ ഒരു ഒറ്റയാന്റെ വിളയാട്ടം മൂലം കഴിയുന്നത്. എന്തായാലും വനപാലകർ പലപ്പോഴും ഇവരും വനപാലകരെ അറിയിക്കുമ്പോൾ വനപാലകർ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ആനയെ തുരത്താനുള്ള നടപടികൾ നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഇവരുടെ ആവശ്യം എന്തെന്ന് പറയുന്നത് ആനയെ മയക്കുവെടി വെച്ച് അവിടെ നിന്നും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുക, ഒന്നുമില്ലെങ്കിൽ കുങ്കിയാനയാക്കുക, അല്ലെങ്കിൽ ആനയെ അവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഉൾക്കാട്ടിൽ തുറന്നുവിടുക, അല്ലെങ്കിൽ ഇവിടെ നിന്നും ആനയെ തുരത്തി ചാലക്കുടി പുഴ കടത്തി അപ്പുറത്തേക്ക് കാട്ടിലേക്ക് ഓടിച്ചുവിടുക. ഈ ആവശ്യങ്ങളാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്കുള്ളത്. എന്തായാലും 15 ദിവസമായി ഈ ഒറ്റയാൻ
ഈ ഭാഗത്ത് സ്ഥിരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു, ആളുകളെ ഓടിപ്പിക്കുന്നു, റോഡിൽ ഇറങ്ങി നിൽക്കുന്നു. പലപ്പോഴും ഈ ആന റോഡിലിറങ്ങി നടന്നു വരുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ തന്നെ റോഡിലിറങ്ങി യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു, യാത്രക്കാരുടെ വാഹനം ദൂരെ നിർത്താൻ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് മാത്രമൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ആളുകളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ പോകുന്നത് നാട്ടുകാരുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ്. പക്ഷെ ഇത് എത്ര ദിവസം ഇങ്ങനെ കുഴപ്പമില്ലാതെ മറ്റു പ്രശ്നങ്ങളില്ലാതെ തുടരും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഒരുപക്ഷെ ആന ഇറങ്ങുന്ന സമയത്ത് ആളുകൾ അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല, വഴിയാത്രക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാം. അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപേ തന്നെ വനംവകുപ്പ് കൃത്യമായി ആനയെ തുരത്തുകയോ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റെവിടെയെങ്കിലും ഉൾക്കാട്ടിൽ കൊണ്ടുപോയി വിടണം എന്നതൊക്കെയാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. ദീപ്തി. ശരി, അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ 2 ആഴ്ചയോളമായി ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടുകൊമ്പൻ. ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാന വീട്ടുവളപ്പിലെ കൃഷി നശിപ്പിക്കുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും ചാലക്കുടി അതിരപ്പള്ളി പാതയിലേക്ക് ഇറങ്ങുന്ന കാട്ടാന റോഡിലൂടെ നടക്കുന്നതും പതിവാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.